വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ ഹാരിസ് ഹസനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും. റിനു ശ്രീധറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, പതിവ് പോലെ തന്നെ ഒരു അന്വേഷണം നടക്കുന്നു. പ്രാഥമികമായി ഒരു വീഴ്ചയുമില്ല എന്നുള്ള കണ്ടെത്തൽ വരുന്നു. അപ്പോഴും ആ കുടുംബം പറയുന്നുണ്ട് അവിടെ അവരോട് ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല, അവരുടെ പരാതി കേട്ടിട്ടില്ല, അവിടെ നടന്ന എന്താണെന്നുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് കേട്ടിട്ടില്ല എന്നൊക്കെ ആ കുടുംബം ഇപ്പോഴും പറയുകയാണല്ലോ റിനു. ഉന്മേഷ, വേണുവിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്ന് രേഖകളടക്കം വാങ്ങി പരിശോധിച്ചതിന് ശേഷം, ഒപ്പം ഈ ഡോക്ടർമാരുടെ മൊഴി എടുത്തതിന് ശേഷമാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ 24 മണിക്കൂറിന് മുമ്പ് ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി 24 മണിക്കൂറിന് ശേഷമാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഇദ്ദേഹം ഈ ഒരു വോയിസ് സന്ദേശം അയക്കുവാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണം കൂടി നടത്തും അന്വേഷണ സംഘം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് 24-നോട് പറഞ്ഞത്, ഇതുവരെയും ഇത്തരം ഒരു മരണം സംഭവിച്ചിട്ട് ഇതുവരെയും ഒരാൾ പോലും വിളിച്ചു പോലും ഒന്ന് അന്വേഷിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒപ്പം ഈ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന സമയത്തോ അതിനുശേഷമോ ഒരു സീനിയർ ഡോക്ടർ പോലും വന്ന് കാണുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാലങ്ങളായി മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപമാണ് PG ഡോക്ടർമാർ മാത്രമാണ് ഈ എത്തുന്ന രോഗികൾക്ക് അത്യാസന്ന നിലയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികൾക്ക് ചികിത്സ നൽകുന്നത് എന്നുള്ളതാണ്. അതേ ഒരു ആരോപണം തന്നെയാണ് ഈ വേണുവിന്റെ ഭാര്യയും പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ഹാരിസ് ചിറക്കൽ ഡോക്ടർ രംഗത്ത് എത്തിയത്. നേരത്തെയും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം, ഈ ഹാർട്ട് അറ്റാക്കായി എത്തിയ രോഗിയെ എന്തുകൊണ്ട് നിലത്ത് കിടത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അദ്ദേഹത്തോട് റിപ്പോർട്ട് തേടും, അല്ലെങ്കിൽ വിശദീകരണം തേടും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വേണുവിന് ഒരു തരത്തിലും ചികിത്സ നിഷേധിച്ചിട്ടില്ല, കൃത്യമായിട്ടുള്ള ചികിത്സയാണ് നൽകിയത് എന്നുള്ളതാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്. VD സതീശൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം തന്നെ മാധ്യമങ്ങളെ കണ്ട് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ന് രണ്ടാമതും ഒരു രോഗിക്ക് കൂടി ചികിത്സാ പിഴവ് കാരണം ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്ത വരുന്നത്. എന്തായാലും വേണുവിന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്, പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഉന്മേഷ്, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ചയൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.